2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുടനീളമുള്ള 140 നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ പ്രധാനമായിട്ട് ഉള്ള ഒരു സ്ഥലം, അതായത് പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെ എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ് മലപ്പുറം. മലപ്പുറത്ത് ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ ഇത്തവണ മലപ്പുറത്ത് സംഭവിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് ഏറെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് മലപ്പുറം എന്ന് പറയുന്നത്. ആ മലപ്പുറത്ത് UDFനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയും സീറ്റുകൾ കൂടുതൽ ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ വലുതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2021 കണക്ക് നോക്കുമ്പോൾ തന്നെയും 2021 ഈ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം LDFിൻ്റെ ഒരു തേരോട്ടം കേരളത്തിലുടനീളം ഉണ്ടായിട്ട് പോലും മലപ്പുറത്ത് UDFിനൊരു തേരോട്ടം ഉണ്ടായ ഒരു സ്ഥലമായി. LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള നേട്ടം ഈ പറയുന്ന മലപ്പുറത്ത് ഉണ്ടായിട്ടില്ലായിരുന്നു. എന്നാൽ ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സർവേ റിസൾട്ടുകൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ പുറത്തു വരുന്നത് അടിസ്ഥാനത്തിൽ മലപ്പുറത്തെ 2 സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. മലപ്പുറത്ത് 2 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, പ്രധാനപ്പെട്ട 2 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. അതിലൊന്ന് മലപ്പുറം തന്നെയാണ്, അതോടൊപ്പം തന്നെ പൊന്നാനി. ഈ 2 സ്ഥലങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. ഇതിൽ ഒരു സീറ്റ് UDF മുസ്ലിം ലീഗിൻ്റെ കയ്യിലും, അതോടൊപ്പം തന്നെ മറ്റൊരു സീറ്റ് പൊന്നാനി സീറ്റ് LDFിൻ്റെ കൈവശവുമാണ് ഉള്ളത്. 2021 റിസൾട്ട് അങ്ങനെയായിരുന്നു. LDF ആയിരുന്നു പൊന്നാനിയിൽ വിജയിച്ചു കയറിയത്. അതോടൊപ്പം തന്നെ 2021 മലപ്പുറത്ത് വിജയിച്ചു കയറിയത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിരുന്നു, UDF ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ വരുന്ന 2026 വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ 2 സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും രാഷ്ട്രീയ കണക്കുകൾ, അതോടൊപ്പം തന്നെ ചില സർവേ റിസൾട്ടുകൾ, ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ പുറത്തു വരുന്ന സമയത്ത് പൊന്നാനിയിലും മലപ്പുറത്തും എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി നമുക്ക് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ഈ സ്ഥലങ്ങളിലെ ഒരു ചായ്വ്, അതായത് പൂർവ്വകാല ചരിത്രം എന്താണ് എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഏത് പാർട്ടിയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് നോക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ആദ്യം നമുക്ക് പൊന്നാനി തന്നെ നോക്കാം. പൊന്നാനി നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും LDFന് ഒരു തേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. അതായത് ഈ മലപ്പുറത്ത് പല മണ്ഡലങ്ങളിലും UDF അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ തേരോട്ടമാണെങ്കിൽ പോലും പൊന്നാനിയിൽ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് LDFിൻ്റെ ഒരു തേരോട്ടം തന്നെയായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പല തെരഞ്ഞെടുപ്പുകളിലും ചേർത്ത് വിജയിച്ചു വരുന്നത് LDF തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ വരുന്ന 2026 എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ കണക്ക് നോക്കാനായി പോകുന്നത്. ഇപ്പോൾ 2011 മുതലുള്ള കണക്ക് നോക്കുമ്പോഴത്തേക്കും പൊന്നാനിയിൽ CPIM ആണ് വിജയിച്ച് കയറിയത്. 2011 പി ശ്രീരാമകൃഷ്ണനാണ് വിജയിച്ച് കയറിയത്. 57,615 വോട്ടുകളായിരുന്നു അദ്ദേഹം നേടിയത്. INC PT അജയ് മോഹനായിരുന്നു. 53,514 വോട്ടുകളായിരുന്നു അദ്ദേഹം അവിടെ നേടിയത്. ഏകദേശം 44% നേടി. അവിടെ CPIM 47% നേടി. എന്നാൽ അവിടെ BJP 2011 PT ജയപ്രകാശ് 5,680 വോട്ടുകളും 4%-ലധികം വോട്ടുകളായിരുന്നു 2011 നേടിയത്. എന്നാൽ 2016 വരുമ്പോഴത്തേക്കും അവിടെ CPIM P ശ്രീരാമകൃഷ്ണൻ തന്നെ വീണ്ടും വിജയിക്കുകയുണ്ടായി. 69,332 വോട്ടുകൾ, 48%-ലേറെ വോട്ടുകൾ. INC PT അജയ് മോഹൻ 53,692 വോട്ടുകളായിരുന്നു, 37%-ലധികം വോട്ടുകൾ. BJP KK സുരേന്ദ്രനായിരുന്നു 11,662 വോട്ടുകൾ, 8%-ലേറെ വോട്ടുകൾ. എന്നാൽ ഇത് 2021 ആയപ്പോഴത്തേക്കും ഇവിടെ CPIM P നന്ദകുമാറാണ്. 74,668 വോട്ടുകൾ അദ്ദേഹം നേടി, 51%-ലധികം വോട്ടുകൾ. INC അവിടെ AM രോഹിത് ആയിരുന്നു നിന്നത്, 57,625 വോട്ടുകൾ, 39%-ലേറെ വോട്ടുകൾ. അവിടെ BDJ സ്ഥാനാർത്ഥിയായിരുന്നു നിന്നത് സുബ്രഹ്മണ്യൻ ചുങ്കപ്പള്ളി, 7,419 വോട്ടുകളായിരുന്നു നേടിയത്, 5%-ലേറെ വോട്ടുകൾ. എന്നാൽ ഇതാണ് 2026 ആകുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാനായിട്ട് പോകുന്നത്.
തീർച്ചയായിട്ടും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് 3 സ്ഥാനാർത്ഥികളെയും, അതായത് NDA, INC, CPIM സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്ന അട്ടിമറി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് നോക്കാനുള്ളത്. തീർച്ചയായിട്ടും പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഈ 2026 കണക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ടൈറ്റ് മത്സരമാണ് നടക്കാനായി പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കണക്ക് നോക്കുമ്പോഴത്തേക്കും അതായത് ഒരു കടുത്ത മത്സരമായിരിക്കും ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ INCയും തമ്മിൽ നടക്കാനായി പോകുന്നത്. അതായത് വോട്ട് നോക്കുമ്പോഴത്തേക്കും ഇടതുപക്ഷത്തിന് കുറയാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്, INCക്ക് വോട്ട് കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നു. അവിടെ BDJS ആണ് മത്സരിക്കുന്നത്. BDJSന് കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റമൊന്നും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് ലഭിക്കുന്ന വോട്ടുകൾ ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷത്തോട്ടോ വലതുപക്ഷത്തേക്കോ മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോൾ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം അവിടുത്തെ വോട്ടുകൾ നിർണായകമായിരിക്കും. അതിൽ ഇടതുപക്ഷത്തിന് വോട്ട് കുറയാനായിട്ട് സാധ്യതയുണ്ട്, INCക്ക് വോട്ട് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം കാണുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയണം. അതായത് നിലവിലത്തെ സാഹചര്യത്തിലും ഒരു മുൻതൂക്കം കാണുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാണ്. അവിടെ ഒരു വിജയ സാധ്യത നേരിയ തോതിൽ കാണുന്നത്. പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും, ഇടതുപക്ഷത്തിന് വോട്ടുകൾ കുറയും, ഒരു അട്ടിമറി സാധ്യത പോലും തള്ളിക്കളയാൻ സാധിക്കത്തില്ല. പക്ഷേ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം നിലവിലും വിജയ സാധ്യതയിൽ കാണുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാണ് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇനി നേരെ മലപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് ഏറെ സ്വാധീനമുള്ള ഒരു സ്ഥലം. അവിടെ ഈ പറയുന്ന രീതിയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഈ പറയുന്ന വിജയം കൈവരിക്കുന്ന ഒരു സ്ഥലം. കഴിഞ്ഞ പല തിരഞ്ഞെടുപ്പുകളിലും അത് തന്നെയായിരുന്നു തുടരെ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അവിടെ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റമൊന്നും തന്നെ ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ BJPക്കോ ഒന്നും തന്നെ നടന്നിട്ടില്ലാത്ത ഒരു കാര്യം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടുത്തെ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും, അതായത് അവിടുത്തെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ ഒരു കണക്ക് നോക്കുമ്പോൾ തന്നെയും വളരെയധികം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഏത് തരത്തിലുള്ള ഒരു ചായ്വാണ് അവിടെ ജനങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത്. അവിടെ തീർച്ചയായിട്ടും വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്നത് മുസ്ലിം ലീഗിന് അതോടൊപ്പം തന്നെ UDFന് സ്വാധീനമുള്ള ഒരു സ്ഥലം എന്നുള്ളത് തന്നെയാണ്. അവിടുത്തെ ഈ പറയുന്ന തോതിൽ 2011 മുതലുള്ള കണക്ക് നോക്കുമ്പോഴത്തേക്കും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ടുള്ള P. ഉബൈദുള്ള 77,928 വോട്ടുകൾ നേടി അദ്ദേഹം അവിടെ വിജയിക്കുകയായിരുന്നു. 63% വോട്ടുകൾ. അവിടെ ജനതാദൾ S ആയിരുന്നു നിന്നത്. മഠത്തിൽ സാദിഖലി നേടിയത് 33,420 വോട്ടുകളായിരുന്നു, 27% വോട്ടുകൾ. അവിടെ ഈ പറയുന്ന രീതിയിൽ അന്നും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അവിടെ ജയിച്ചതും. അവിടെ 2016 ആയപ്പോഴത്തേക്കും IUML വീണ്ടും വിജയിക്കുകയുണ്ടായി, P. ഉബൈദുള്ള വിജയിക്കുകയുണ്ടായി. 81,072 വോട്ടുകൾ, 57% വോട്ടുകൾ. അവിടെ CPIM അഡ്വക്കേറ്റ് KP സുമതി 45,400 വോട്ടുകൾ, 32% വോട്ടുകൾ. BJP KN ബാദുഷാ തങ്ങൾ 7,211 വോട്ടുകൾ, 5%-ലേറെ വോട്ടുകൾ 2016. അവിടെ IUML നിലനിർത്തുകയുണ്ടായി ആ സീറ്റ്. അവിടെ 2021 വരുമ്പോഴത്തേക്കും IUML തന്നെ നിലനിർത്തി P. ഉബൈദുള്ള 93,000-ഓളം വോട്ടുകൾ നേടി, 57% വോട്ടുകൾ. CPIM പാലോളി അബ്ദുൾ റഹ്മാൻ 57,958 വോട്ടുകളാണ് നേടിയത്, 35% വോട്ടുകൾ. അവിടെ BJP സ്ഥാനാർത്ഥി അരിക്കാട് സേതുമാധവൻ നേടിയത് 5,883 വോട്ടുകളായിരുന്നു, 3% വോട്ടുകൾ. അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം നേടിക്കൊണ്ട് തന്നെയാണ് അവിടെ IUML വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അവർക്ക് വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത് വ്യക്തമായി പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയും അവിടെ ഈ വരുന്ന 2026 നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥികളൊക്കെ തന്നെ എല്ലാ പാർട്ടികളും നിശ്ചയിച്ച് കഴിഞ്ഞതിൽ പിന്നാലെ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്ന് തന്നെയാണ് നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെ അവിടെ IUML കോൺഗ്രസ് വിജയിക്കാൻ പോകുന്നു എന്നൊരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം LDFന് കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റമൊന്നും തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്ന ഒരു കാര്യം. BJPക്കായാലും കാര്യമായിട്ടുള്ളൊരു മുൻതൂക്കമൊന്നും തന്നെ അവിടെ കാണുന്നില്ല, സീറ്റുകളുടെ കാര്യത്തിലായാലും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മലപ്പുറം വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, അവിടെ വിജയിക്കാൻ ഏറെ കൂടുതൽ, അതും നല്ലൊരു ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ച് കയറാനായിട്ട് ഏറെ കൂടുതൽ സാധ്യത തീർച്ചയായിട്ടും IUML കോൺഗ്രസിന് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സോ അതും വളരെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കാനായിട്ടുള്ള സാധ്യതയാണ് കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മലപ്പുറം പൊന്നാനി നോക്കുമ്പോഴത്തേക്കും പൊന്നാനിയിൽ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിട്ട് കാര്യങ്ങൾ മാറും. പക്ഷേ നേരിയ തോതിലുള്ളൊരു മുൻതൂക്കം LDFന് നിലവിലും കാണുന്നു. പക്ഷേ എന്ത് അട്ടിമറിയും അവിടെ സംഭവിക്കാം. പക്ഷേ കൃത്യമായിട്ട് പറയാൻ സാധിക്കും, മലപ്പുറത്ത് ഒരു അട്ടിമറിയും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ ഈ പറയുന്ന IUML തന്നെ വിജയിച്ച് കയറും. അതും നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറാനായിട്ടുള്ള സാധ്യതയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ
നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ LDFിനെ സംബന്ധിച്ചിടത്തോളം രണ്ടിടങ്ങളിലും അത്ര ശുഭസൂചനയല്ല. അതായത് കയ്യിലിരിക്കുന്ന ഒരു സീറ്റും ഇപ്പോൾ ഒരു 50-50 ചാൻസ് ആയിട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതായത് വോട്ട് കുറയാനായിട്ടുള്ള സാധ്യതയാണ് പൊന്നാനിയിൽ കാണുന്നത്, ഒരു മുൻതൂക്കം നിലവിലുമുണ്ടെങ്കിൽ തന്നെയും. പക്ഷേ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു മുൻതൂക്കം IUMLന് നൽകുന്നു എന്ന കാര്യത്തിന് സംശയമില്ല. അവർക്ക് വിജയിക്കാൻ തന്നെയാണ് ഏറെ കൂടുതൽ സാധ്യത അവിടെ കാണുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ 2 സീറ്റുകളിലും BJPക്ക് കാര്യമായിട്ടുള്ള ഒരു മുൻതൂക്കം ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ആ സീറ്റ് ഒരു അട്ടിമറി സാധ്യത ഒന്നും തന്നെ കാണുന്നില്ല എന്നുള്ളതും വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്താണ് ഇനിയിപ്പോൾ ജനവിധി എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടതും അനിവാര്യം തന്നെയാണ്. അതിലെന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടക്കുമോ, അതല്ല ഈ സർവേ റിസൾട്ട് പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.